ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ഗീ റൈസിനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഹണ്ടി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ കണ്ട് നോക്കാം. ഒരു വലിയ കടായി അടുപ്പിൽ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 സവാള മിക്സിയിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി സവാളൻ്റെ കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആകുന്നവരെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റണം. ഒന്ന് ഏകദേശം സവാളൻ്റെ ആ പച്ച ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇത് ഒരു 900 ഗ്രാം ചിക്കനാണ്. എല്ലോട് കൂടി എടുത്തത് ചെറുതായിട്ട് മുറിച്ചതാണ്. അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിലാണ് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചിക്കൻ്റെ കളറൊക്കെ മാറിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ചിക്കന് ചെറുതായിട്ടൊന്ന് കുക്കാവും. അടിക്കൊന്നും പിടിക്കാതെ നോക്കുകയും കൂടി ചെയ്യണം. ഇനി ഒരു വലിയൊരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലകളൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഒരു 10 കാഷ്യൂനട്ട് മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താണ് ഇത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഇളക്കി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് വേകാനും വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോട് ഇത് കുക്കായി കിട്ടും. അതിനുശേഷം 3 പച്ചമുളക് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ കസൂരി മെത്തി കൈയോട് ക്രഷ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ റോട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വീഡിയോയും വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.